കുറച്ച് നാളിന് ശേഷമാണ് ഒരു ഹിന്ദി മൂവി തിയേറ്ററിൽ കാണുന്നത്. ഇന്ന് രാവിലെ ഞാൻ ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു പടം കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. പെട്ടെന്ന് കയറി അങ്ങ് തീരുമാനിച്ചൊരു പടമാണിത്. നമുക്ക് 10 8 9 ഒക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ മാർക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അമീർ ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. ഡൗൺ സിംറ്റം ഉള്ള ആളുകളെ കുറിച്ചുള്ള കുട്ടികളെ കുറിച്ചുള്ള നല്ല പടമാണ്. നമ്മുടെ താരേ സമീമ്പറിൻ്റെ ആ ഒരു വൈബൊക്കെ ഉള്ള ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. എനിക്ക് തോന്നുന്നത് ഈ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് സാധാരണക്കാർക്ക് അറിയത്തില്ല. ഈ സിനിമ കാണുമ്പം നമുക്ക് അവരുടെ ജീവിതം കാണാം, അവരിൽ എത്രമാത്രം കഴിവുകൾ ഒളിഞ്ഞിടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, വളരെ എന്താ പറയുക, ഹ്യൂമാനിറ്റേറിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മനുഷ്യത്വപരമായിട്ട് ഉള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ ഓരോരുത്തരുടെ ബിഹേവിയർ എങ്ങനെ മാറുന്നു. ഇതിലെ നായകനായിട്ടുള്ള അമീർ ഖാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട കോച്ചായി വരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അത് ഡെവലപ്പ് ചെയ്യണതാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമീർ ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ തലമുറ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം വിത്ത് ഫാമിലി. കാരണം വളരെ നല്ലൊരു സിനിമയാണ്, യാതൊരു സംശയമില്ല. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഓഫ് അമീർ ഖാൻ. പഴയ സിനിമയുടെ വൈബ് പ്രതീക്ഷിച്ച് പോകണ്ട, അതും ഇതും നമ്മൾ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ പഴയ സിനിമയുടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ സിനിമാറ്റോഗ്രാഫിയൊക്കെ പഴയ സിനിമയുടെ ആ ഒരു ഫീലാണ്. പക്ഷേ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നൈസ് പടമാണ്. ആക്ച്വലി ഇത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനാണ്. അപ്പോൾ ചാമ്പ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. കാരണം ഒരു ഫോറിൻ മൂവിയെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ അഡാപ്റ്റ് ചെയ്ത് ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും മാക്സിമം അവർ എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ആണെങ്കിലും ആമീർ ഖാൻ നന്നായിട്ടുണ്ട്, ജനീല നന്നായിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് പ്ലെയേഴ്സ് വരുന്നുണ്ട്, ഡിസേബിൾഡ് ആയിട്ടാണ് അവരെ കാണിക്കുന്നത്. അവർക്കൊക്കെ നന്നായിട്ട് ആക്ടിങ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുടെ എല്ലാം പെർഫോമൻസ് നൈസാണ്. എന്താ പറയുക, ടോട്ടലി കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിനകത്ത് സ്പോർട്സ് പറയുന്നുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ എന്താ പറയുക, ഇമോഷൻസൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലാതെ ടച്ച് ആവുന്നുണ്ട്. നല്ല പടം, നൈസ് പടം. പുള്ളി ഇത് നോക്കിയും കണ്ടും പ്രൊഡ്യൂസ് ചെയ്ത പടം തന്നെയാണ്. പുള്ളിക്ക് മനസ്സിലായി കാണും ചിലപ്പോൾ എന്താണ് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. കാരണം നല്ല പടമാണ്, പുള്ളിക്ക് നല്ലൊരു കംബാക്കാണിത്. പുള്ളിയുടെ പ്രൊഡക്ഷനാണ്, പുള്ളിയുടെ ആക്ടിങ് നന്നായിട്ടുണ്ട്. ഓവറോൾ നല്ല പടം. ആ ഒരു ക്യാരക്ടർ പുള്ളിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ജനീലിയും നന്നായിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ പേരായിട്ടാണ്. ആക്ടേഴ്സ് എല്ലാവരും കൊള്ളാം. പിന്നെ അമീർ ഖാൻ്റെ അമ്മയായിട്ടൊരു ആക്ട്രസ് വരുന്നുണ്ട്, അവരാണെങ്കിലും ശരി, ഈ പ്ലെയേഴ്സായിട്ട് അഭിനയിക്കുന്ന അവർ ആക്ടേഴ്സ് ആണെങ്കിലും ശരി, എല്ലാം നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. ഇതിനകത്ത് ആക്ച്വലി എന്താണ്, ഒരു ടൂർണമെൻറ്റിന് പങ്കെടുക്കാനിരിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ഒരു ലൈഫാണ്. അതായത് അമീർ ഖാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ കോച്ച് ചെയ്യേണ്ടി വരുന്നു. എന്താണെന്നും പറയുന്നില്ല, കോച്ച് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അമീർ ഖാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുമായിട്ട് എന്താണ്, അവരൊരു ടൂർണമെൻറ്റിന് തയ്യാറെടുപ്പിക്കുന്നു. പിന്നെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിൽ കോമഡി ഉണ്ട്, പിന്നെ ഈ ഒരു എന്താണ് പറഞ്ഞ പോലെ തന്നെ ഈ സ്പോർട്സിൻ്റെ എലമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇമോഷണലി കുറേ സംഭവങ്ങൾ, കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ ടച്ച് ആവും. അതെന്ന് വെച്ചാൽ പടം ഇപ്പോൾ കോമഡി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ്സ്, സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങൾ വരും, ഇമോഷൻസ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട്, നമുക്ക് ടച്ച് ചെയ്യും. നല്ല പടമാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഇതിനകത്ത് ചെറിയൊരു മെസ്സേജും, ചെറുതെന്ന് പറയുന്നില്ല, ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി നല്ല പടം നൈസ്. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ 10 എന്ത് പറയാൻ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് 10 8 9 ഒക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ മാർക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ കുറച്ച് നാളിന് ശേഷമാണ് ഒരു ഹിന്ദി മൂവി തിയേറ്ററിൽ കാണുന്നതും. ഇന്ന് രാവിലെ ഞാൻ ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു പടം കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. പെട്ടെന്ന് കയറി അങ്ങ് തീരുമാനിച്ചൊരു പടമാണിത്. നല്ല പടം.